വിളയൂർ പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുതിയ കെട്ടിടത്തിന്റെയും കുട്ടികളുടെ ബാൻഡ് സെന്ററിന്റെയും ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ സെന്ററാണ് പട്ടാമ്പി വിളയൂർ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമായത്. റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ബഡ് സ്കൂളിലെ കുട്ടികൾ 10 ദിവസം കൊണ്ട് പരിശീലിച്ച ബാൻഡ് സെറ്റിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സമൂഹത്തിൽ ഒരുപാട് സങ്കടങ്ങളും നിവൃത്തികേടുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പല കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി ശാക്തീകരിക്കുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാനും സമൂഹത്തിനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സഹായങ്ങൾ ഭിന്നശേഷിക്കാരുൾപ്പെടെ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകുക എന്നുള്ളതിന് പ്രധാന പരിഗണന തന്നെ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവഴിച്ചാണ് 4 കെട്ട് മോഡലിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.